നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂളിമുട്ടം ഭജനമഠത്ത് വീട്ടമ്മയെ ആക്രമിക്കുകയും വീടിന്റെ ജനൽ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ള നടപ്പാലത്തിന്റെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരമായത് നവകേരള സദസ്സ്. കയ്പമംഗലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 6ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് നാളെ സമാപനമാകും. നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തകളിലേക്ക്. കൂളിമുട്ടം ഭജനമഠത്ത് വീട്ടമ്മയെ ആക്രമിക്കുകയും വീടിന്റെ ജനൽ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂളിമുട്ടം സ്വദേശി ഊരാമ്പുറത്ത് വീട്ടിൽ അഖിലിനെയാണ് മതിലകം SI CC വസന്തും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 27-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഭജനമഠം സ്വദേശി ഇളയാരംപുറയ്ക്കൽ കോമളത്തിനെയാണ് ആക്രമിച്ചത്. മകൻ പ്രശോഭിന്റെ സ്കൂട്ടറിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച കോമളത്തെ 3-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഈ കേസിൽ ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. 3 പതിറ്റാണ്ട് പഴക്കമുള്ള നടപ്പാലത്തിന്റെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരമായത് നവകേരള സദസ്സ്. വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന കനോലി കനാലിന് കുറുകെയുള്ള ചിന്ത്രാപിന്നി മധുരംപുള്ളി പാലമാണ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. കാട്ടൂർ എടത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനാണ് നവകേരള സദസ്സിലൂടെ സൗഭാഗ്യം കൈവരിച്ചത്. പുതിയ പാലം വരുന്നതുവരെ നമുക്ക് താൽക്കാലികമായിട്ട് ഇത് നിലനിർത്തി കൊണ്ടുപോകണം. ഇവിടുന്ന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും 2 പഞ്ചായത്ത്, എടത്തിരുത്തി കാട്ടൂർ പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന പാലം എന്നുള്ളതുകൊണ്ട് 2 പ്രദേശത്തു നിന്നുള്ള യാത്രക്കാർക്കും ഇതിൽ സഞ്ചരിക്കാനുള്ള അവസരമുണ്ട്. അത് അല്പം ശോചനീയാവസ്ഥയിലായിരുന്നു മാഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ. അതെല്ലാം നവകേരള സദസ്സിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള വീട്ടുമുറ്റ സദസ്സുകളിലും എല്ലാം വാർഡ് തലത്തിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ വരികയും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അത് സദസ്സിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അടിയന്തരം അധികം വൈകാതെ തന്നെ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കുകയൊക്കെ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച വേണ്ടി വന്നില്ല അത് തയ്യാർ ചെയ്യുന്നതിന്. പാലത്തിന്റെ കൈവരികളും അടിത്തട്ടും തകർന്ന ബീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു. പാലത്തിലൂടെയുള്ള യാത്ര സുഗമമല്ലാതായതോടെ കാട്ടൂർ പഞ്ചായത്തും എടത്തിരുത്തി പഞ്ചായത്തും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. 30 വർഷം മുൻപ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം. നാട്ടുകാർ നിർമ്മിച്ചതിനാൽ പഞ്ചായത്ത് രേഖകളിൽ പാലത്തിന്റെ രേഖകൾ ലഭ്യമായിരുന്നില്ല. നിലവിലുള്ള പാലത്തിന്റെ സ്ഥിതി നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന കുടുംബയോഗത്തിൽ ET ടൈസൺ MLAയുടെ ശ്രദ്ധയിൽ നാട്ടുകാർ കൊണ്ടുവന്നതോടെയാണ് പാലത്തിന്റെ നവീകരണത്തിന് തുടക്കമായത്. MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ച ധനലക്ഷ്മി ബാങ്കിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ലക്ഷ്യം കാണുകയായിരുന്നു. എടത്തിരുത്തി പഞ്ചായത്തും കാട്ടൂർ പഞ്ചായത്തുകൂടെ ബന്ധിപ്പിക്കുന്ന മധുരംപള്ളി പാലം കുറേ നാളുകളായി ഇങ്ങനെ വലിയ ശോച്യാവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രാമസഭകളിലും പ്രത്യേകിച്ചാണെങ്കിൽ നവകേരള സദസ്സിൻ്റെ കൂടിയിട്ടുള്ള പ്രത്യേക കുടുംബയോഗങ്ങളിലാണെങ്കിലും എല്ലാം ഇത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷമീർ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനം പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചത് നമുക്കെല്ലാം ഇപ്പോഴും സാധ്യതയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കിത് നല്ല ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ആ നല്ല പാലം നിർമ്മിക്കുമ്പോൾ നമുക്കതിൻ്റെ ASM TSM അതുപോലെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കൊരു 3-4 കൊല്ലം എന്തായാലും എടുക്കും നമ്മളെങ്ങനെ ശ്രമിച്ചാലും. അപ്പോൾ അത്രയും സമയം നമ്മൾ ആളുകൾ നടക്കുമ്പോഴുള്ള എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നില്ല, അത് ഒഴിവാക്കേണ്ടത് ഞങ്ങളുടെ എല്ലാം കടമയാണെന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ താൽക്കാലികമായി ഈ പാലം പുനർനിർമ്മിച്ചത്. പുതുവത്സര ദിനത്തിൽ നാടിന് സമർപ്പിക്കുന്ന മധുരംപുള്ളി പാലം സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും ഭാവിയിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള പുതിയ പാലത്തിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും MLA പറഞ്ഞു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രത്യേകിച്ചും അപ്പുറത്ത് നമ്മുടെ കാട്ടൂർ പഞ്ചായത്താണെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും നാട്ടുകാരും ഒക്കെ ഒരൊറ്റ കൈയായി നിന്നു തീരുമാനിച്ച അന്ന് തുടങ്ങി ഇന്ന് വരെ ഉള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കി എന്നുള്ളതാണ്. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പൈസയും ചിലവാക്കേണ്ടി വന്നില്ല. നമ്മൾ ഇവിടെയുള്ള ആളുകൾ, നാട്ടുകാരുള്ള സഹായവും പിന്നെ നമുക്ക് ഒരു സഹായം ധനലക്ഷ്മി ബാങ്ക് സഹായിച്ച ഒരു സംഖ്യ 50,000 രൂപ, അത്രയുള്ള കാര്യങ്ങളെ ഇവിടെ വേണ്ടി വന്നുള്ളൂ.
നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഷമീറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവുമെല്ലാം ഇത് നല്ലപോലെ അതിൻ്റെ മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടപ്പാക്കി. നമുക്കത് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സന്തോഷമുള്ളത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിനൊരു പരിഹാരമുണ്ടാകുന്നത് കൂടി ഇത് മാറുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ എല്ലാം ഗവൺമെൻറ്റോ പഞ്ചായത്തോ ചെയ്യുകയല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. നാട്ടുകാർ നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്നാൽ പല കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ഈ മധുരംപള്ളി പാലം കാണുകയാണ് ഞാൻ. ജനുവരി 1 രാവിലെ 9 നടപ്പാലം സഞ്ചാരത്തിനായി തുറന്നുകൊടുക്കും. കയ്പമംഗലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 6ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് നാളെ സമാപനമാകും. സഹദേവസ്തു പൂജായാം നകുലോ ദ്രവ്യസാധനേ ഗുരുശുശ്രൂഷണേ ജിഷ്ണു കൃഷ്ണ പാദാവനേ ജനേ പരിവേഷേണ ദ്രുപദജ കൃഷ്ണോ കർണോദാനേ മഹാമനാ യുയുധാനോ വികർണശ്ച ഹാർദിക്യോ വിദുരാദയ ബാൽഹീകപുത്ര ഭൂര്യാദ്യ യേ ച സന്ദർദനാദയ. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഭഗവാനിയുടെ 16,128 ഭാര്യമാരോടുകൂടി സുഖമായിട്ട് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഭഗവാൻ നമ്മളെ പോലെ ഒരാളല്ല, നമ്മൾ സാധാരണക്കാരാണ്, മനുഷ്യരാണ്, പുണ്യപാപം കൊണ്ട് ജനിച്ചവരാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ മാറി മാറി വെളിച്ചവും ഇരുട്ടും പോലെ മാറി മാറി വരണതാണ്. അതിനൊന്നും നമ്മൾ വെറുതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഈ പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണെന്ന് പറയുകയാണ്. ഭഗവാൻ 3 കല്യാണം കഴിച്ചു. അങ്ങനെ മണി കാണാതെ കണ്ട് വീണ്ടും ശ്രീകൃഷ്ണനെ കുറിച്ചുള്ളതായിട്ടുള്ള ഭക്ഷ്യാദികൾ ആദ്യം വരാൻ തുടങ്ങുന്നത് ഭഗവാന് യാതൊരു പരിഭ്രമവുമില്ല. ആ ഭാര്യമാർക്ക് പോലും സംശയമായി നടന്നു. ഭാര്യമാർ പോലും കൃഷ്ണനെ സംശയിച്ചു, ബലരാമന് പോലും സംശയമായി. കുടുംബത്തിലെ ആ ഒരു ഭദ്രത എവിടെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? ആ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. ഏട്ടനായിട്ട് ബലരാമൻ വിചാരിച്ചു കൃഷ്ണനിപ്പോ 1-2 കല്യാണം കഴിഞ്ഞല്ലോ, അപ്പൊ കൃഷ്ണനിപ്പോ കാശിന്റെ ആവശ്യം ഉണ്ടാവും, ഈ മണി എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പോഴും ഭഗവാൻ വിചാരിച്ചു ഏട്ടൻ ശുദ്ധനാ, അപ്പൊ ഏട്ടൻ ഇങ്ങനെയൊക്കെ എന്നോട് തോന്നുന്നുണ്ടെങ്കിൽ ഏട്ടന് നല്ലത് വരട്ടെ, ബുദ്ധി നേരെയാവട്ടെ എന്നൊക്കെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിചാരിച്ചത്. അപ്പോഴും ഭഗവാനെ യാതൊരു പരിഭ്രമമില്ല. രുക്മിണി ഇങ്ങനെ കണ്ണുരുട്ടി നോക്കൂത്ര, ഞാൻ കണ്ണനെയാണ് വിവാഹം കഴിച്ചെന്ന് വിചാരിച്ചു, ഇപ്പൊ കള്ളനെയാണെന്ന് മനസ്സിലായി. സപ്താഹ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരുമ്പള്ളി നാരായണദാസ് നമ്പൂതിരി പാരായണവും പെരുമ്പള്ളി പ്രസന്ന നാരായണദാസ്, പെരുമ്പള്ളി യദുകൃഷ്ണൻ എന്നിവർ സാഹചര്യന്മാരായി. നിരുദ്ധസേനയാ സാൽവോ മഹത്യാഭുരലക്ഷഭ കുയംബഭഞ്ജോപവനാന്യുദ്യാനാനി സർവശ സഗോപുരാണി ദ്വാരാണി പ്രാസാദാട്ടാലതോളികാ വിഹാരാൻ സവിമാനാഗ്രാം നിവേദു ശസ്ത്രപുഷ്ടയം ശിലാദ്രുമാശ്ചാസനേ സർപ്പ ആസാല ശർക്കര പ്രദന്തശ്ചക്രവാതോ ഭൂദ്രസാച്ഛാദിതാദിശ. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VS അശോകൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ മോങ്കാടി ശിവൻ, കണ്ടനാട്ട് ശിവപ്രകാശ് ശാന്തി, വിജയൻ കിഴക്കേ പിഷാരത്ത്, ക്ഷേത്ര പരിപാലന കമ്മിറ്റി സെക്രട്ടറി കൊല്ലപ്പറമ്പത്ത് ഹരിദാസൻ, പ്രസിഡന്റ് പോണത്ത് വേലായുധൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ RS രഞ്ജിത്ത്, മാതൃസമിതി സെക്രട്ടറി സീനിയർ പ്രവീൺ, പ്രസിഡന്റ് ഷിജി കിഷോർ, മായ കിഷോർ, മഠത്തിൽ മനോമോഹനൻ, ശ്രുതി രാജൻ, ശ്രീനിവാസൻ പറപ്പറമ്പിൽ, മഞ്ജുഹാസ് കരയാമ്പട്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം വൈശ്ശേരി സെന്ററിൽ നിയന്ത്രണം വിട്ട ബസ് ബൈക്കിലിടിച്ച് വടുതല സ്വദേശികളായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. വട്ടപ്പാലം വടുതല സ്വദേശികളായ തൗണ്ടേങ്ങാട്ടിൽ വീട്ടിൽ ഇംതിയാസ്, ചാട്ടുകുളം വീട്ടിൽ ഫാസിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. എടപ്പാൾ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ദേവിക ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വടുതല ഭാഗത്ത് നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ കീഴൂർ ഭാഗത്തു നിന്നും ഇറങ്ങി വരികയായിരുന്ന ബസ് കുന്നംകുളം ചെറുവത്താണി റോഡിലേക്ക് അശ്രദ്ധമായി തിരിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ കാലിനുൾപ്പെടെ പരിക്കേറ്റ ഇരുവരെയും ആദ്യം കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും പിന്നീട് മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ബസിന്റെ മുൻവശത്ത് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂരിലെ ശൃംഗപുരത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റുകളും മതിലും ഇടിച്ചു തകർത്തു. ഇന്ന് പുലർച്ചെ 1:30 ശൃംഗപുരം തെക്ക് വശത്തായിരുന്നു അപകടം. TKS പുരത്തു നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന സ്കോർപിയോ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. എതിരെ വന്ന കണ്ടെയ്നർ ലോറിക്ക് വഴി ഒഴിഞ്ഞു കൊടുക്കുന്നതിനിടയിൽ കാർ നിയന്ത്രണം വിടുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു.
അപകടത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ എറണാകുളം റൂട്ടിലെ ഗതാഗതം താറുമാറായി. പ്രദേശത്ത് വൈദ്യുതി വിതരണവും മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. നാട്ടുകാരും വാഹന ഡ്രൈവർമാരും മറ്റുമാണ് ഇവിടെ ഗതാഗതം നിയന്ത്രിച്ചത്. ഇടവേള.